ഞങ്ങളെ കാത്തു പരിപാലിച്ചു. നിന്റെ സന്നദ്ധിയിൽ വീണ്ടും ഞങ്ങൾക്ക് കടന്നു വരുവാൻ തന്ന ഈ സമയത്തിന് നന്ദി പറയുന്നു. കർത്താവ്, ഇന്നത്തെ മീറ്റിങ്ങിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, കടന്നു വന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്കുള്ള ദൂത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിളമ്പുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ മീറ്റിംഗിൽ ഇന്റർനെറ്റിന്റെ ഇലക്ട്രിസിറ്റിയുടെ തടസ്സങ്ങളൊന്നും കൂടാതെ മീറ്റിംഗ് ഏറ്റവും ഭംഗിയായി നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ. കർത്താവ്, ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ വിവിധ അവസ്ഥകളിൽ കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, അവർക്ക് വചന ശുശ്രൂഷ ഒരു ആശ്വാസവും ഹല്ലേലൂയ കർത്താവെ ബലവുമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോൺസൺ പാസ്റ്റർ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. അതിരുകളെ വിശാലപ്പെടുത്തണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു റെജിബ്ര. ദൈവധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ജോസ് നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഒരുമിച്ച് പാടി ആരാധിക്കാം. ഇഷ്ടം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനാൻ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ, ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനാൻ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ, ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ, എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ, എത്ര ധന്യമേ ലോക ജീവിതം. ആദി വേണ്ട ആശ്രയമേകാം, തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാം, തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ, എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ, എത്ര ധന്യമേ ലോക ജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ
നിത്യവും ചാരിടും ഞാനെത്ര മോദമായി. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ് ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാനെത്ര മോദമായി. താൻ വാഴുകയാ, ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായ് എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. ദൈവത്തിൻ പുത്രനാം യേശുഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനാം യേശുഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായ് എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായ് എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായ് എത്ര ധന്യമേ ലോക ജീവിതം. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. When life is worth the living just because he lives. ഹല്ലേലൂയ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും ഒരേ ഒരു വാക്ക്, എന്റെ യേശു ജീവിക്കുന്നു, അതിനാൽ ഞാനും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
എത്ര ശ്രേഷ്ഠമായ ഒരു വാക്കാണ്. എവിടെയും എത്ര ഉച്ച സ്വരത്തിലും പറയാൻ കഴിയുന്ന ഒരേ ഒരു വാക്ക്, ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആദി വേണ്ട, ഭീതി വേണ്ട, ഭയം വേണ്ട, നാളെ കുറിച്ച് ഭാരം വേണ്ട. നമ്മുടെ ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. അതൊരു പദവിയാണ് ദൈവമക്കളെ, അതൊരു ശ്രേഷ്ഠമായ പദവിയാണ്. ഹല്ലേലൂയ. ഞാൻ ആ ദൈവത്തിന്റെ, ആ യേശുവിന്റെ പൈതലാണ്. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്ന യേശുവിലാണ് ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ എന്നിലും എന്റെ വചനം നിങ്ങൾ വസിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അതെ, ഞാൻ അവനിൽ വസിക്കുന്നു. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിലായതുകൊണ്ട്, ക്രിസ്തുവിലായിരിക്കുന്നത് ഞാൻ ആ പുതിയ സൃഷ്ടിയാണ്. നിരാപ്തി ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ ഹല്ലേലൂയ 322 ദിവസത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കളെയും ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും വേഗമന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരും രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസത്തിലൊക്കെ മീറ്റിംഗ് നമുക്കെല്ലാം അനുഗ്രഹമായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും ദൈവം നമ്മൾ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ പാടുന്ന പാട്ടുകൾ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥവാക്ക് കൂടി ആയിരിക്കാം, അല്ല ദൈവദാസന്റെ കേൾക്കുന്ന ദൈവിക വചനത്തിന്റെ മർമ്മങ്ങൾ കൂടിയായിരിക്കാം പരിശുദ്ധ സംസാരിക്കുക. അതെന്റെ ജീവിതത്തിന് ഇന്ന് രാത്രി അത് വിള്ളായി തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹല്ലേലൂയ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിലെ ദൈവനെ സൂക്ഷിക്കാൻ ക്ഷണിച്ചിരിക്കുന്ന പ്രിയ പാസ്റ്റർ ഡോക്ടർ ജോൺസൺ തോമസ് കുട്ടി അവർക്ക് സ്തുതിക്കും. നമ്മൾ ക്ഷണപ്രകാരം നമ്മുടെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്ര കർത്താദാസനെ ഞാൻ പരിചയപ്പെടും. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ സന്നിധി, വളരെ കർത്താവിന്റെ വചനത്താൽ ഹല്ലേലൂയ വളരെ ബഹുമാനിതനായ ഒരു കർത്തൃത്വത്തിലാണ് ഇന്ന് രാത്രി നമ്മുടെ ആയിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവമക്കളുടെ ബന്ധുക്കോസ്തരുടെ ഇടയിൽ വളരെ അഭിമാനകരമായി തീരുന്ന വളരെ നന്നായി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ഭക്തനാണ്. സ്തോത്രം. ഞങ്ങളുടെ പരിചയം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ 1978 മുതലുള്ള പരിചയം ഞങ്ങളുടെ തമ്മിലുണ്ട്. എന്റെ ബാല്യകാല ഒരു സുഹൃത്തും കൂടിയാണ്. അത്ര സ്നേഹമുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഫേത്തിയോൾ സെമിനാരിൽ തിരുവനം പഠിപ്പാൻ ഒരേ കാലങ്ങളിൽ ഇടയായി തീർന്നു. അതിനുശേഷം കർത്താവ് സന്നിധിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അനേകരെ കർത്താവിന്റെ വേലയ്ക്കായി ഒരുക്കിയെടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃവൃത്തനാണ്. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലുള്ള യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലെ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രൊഫസറായി താൻ സേവനമനുഷ്ഠിക്കുന്നു. വളരെ നല്ല തിരക്കുള്ള ഒരു ദൈവഭക്തനാണ്. ലോകരാജ്യങ്ങളിൽ കർത്താവിന്റെ വചനവുമായി കടന്നുപോയി അനേകരെ ട്രെയിനിങ് ചെയ്യുന്ന, അനേകരെ അഭ്യസിപ്പിക്കുന്ന കർത്തൃവൃത്തനാണ് നമ്മുടെ ആയിരിക്കുന്നത്. സ്തോത്രം. ഞങ്ങളെ മീറ്റിംഗ് ഇരുന്നപ്പോൾ എന്റെ വൈഫ് ഇപ്പം ചോദിച്ചു, എന്താ ഇത്രയും നാൾ ഈ കർത്താസിനെ നമ്മോട് വിളിക്കാൻ ഞാൻ ചോദിച്ചു. സ്തോത്രം. ഞാനും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ അടുത്ത കാലം വരെ പൂനെയിലായിരുന്നു താമസം. കഴിഞ്ഞ 13 വർഷം ആയിരുന്നു പൂനെയിലായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ കടന്നുപോയത്. ഞങ്ങൾ അല്പസമയം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ നഷ്ടമായി പോയി. കാരണം ഇത്രയും അടുത്ത താമസം ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത ഞങ്ങളുടെ മനസ്സുണ്ടായിരുന്നു. സ്തോത്രം. എങ്കിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടല്ലോ. ഇന്ന് രാത്രി നമ്മുടെ ആയിരിക്കുന്നത് വളരെ അനുഗ്രഹകാരം മറ്റൊരുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥന രാത്രിയായിരിക്കാം. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ പ്രിയ കർത്താസിനെ ഞാൻ ഇമ്മീഡിയറ്റ്ലി സ്വാഗതം ചെയ്യുന്നു. 90 നിമിഷങ്ങൾ ദൈവ ശുശ്രൂഷയ്ക്കായി സമയം വേർതിരിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ബന്ധിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടെ ഭാഗ്യം നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ വലിയൊരു ദാസൻ നമ്മളോട് അറിയിച്ചതുപോലെ തന്നെ ഞങ്ങൾ ചെറിയ പ്രായത്തിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ച ദൈവദാസന്റെ മകനാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പാസ്റ്റർ. ദാറ്റ് മീൻസ് കുഞ്ഞുകുട്ടി പാസ്റ്ററും ഈ സഭയിൽ ശുശ്രൂഷിച്ചു എന്നെനിക്കറിയാം. അതുപോലെ തന്നെ റാഹേലമ്മയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലുദിയ അമ്മാമ്മയും കാണുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം കൊച്ചിലെ കണ്ടതാണ്. അപ്പൊ ആയതിനു ശേഷം ഞങ്ങള് മണക്കാലയിൽ വെച്ച് കാണുവാനിടയായി തീർന്നു. പിന്നീട്
we are in touch, but we were not seeing each other. ഞാൻ കഴിഞ്ഞ 13 വർഷക്കാലം പൂനെയുടെ പ്രദേശത്തുണ്ടായിരുന്നു. ഞാൻ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നത്. ഇവിടെയും ദൈവിക ശിക്ഷണത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ നാമം നമ്മളുടെ എല്ലാ പ്രവർത്തികളിലൂടെയും ഒക്കെ വെളിപ്പെടുമാറാകട്ടെ. ഇത് നമ്മുടെ പ്രശസ്തിക്കോ നമ്മുടെ പുകഴ്ചയ്ക്കോ ഒന്നുമല്ല. കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ പ്രവർത്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ ഇടപാടുകളിലൂടെയും ഉയരപ്പെടുമാറാകണം. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ആരാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്? അവനോ ഉയരണം, ഞാനോ കുറയണം. So this is the ultimate aim of our life as we are missionaries, pastors, teachers, believers, and whoever that may be, in whatever capacities we are. നമ്മൾ ഏതെല്ലാം നിലകളിലായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മളിലൂടെയൊക്കെയും ദൈവം ഉദ്ദേശിക്കുന്ന പരമപ്രധാനമായിട്ടുള്ള കാര്യം ദൈവനാമം മഹിമപ്പെടേണ്ടതുള്ളതാണ്. അപ്പൊ ദൈവനാമം നമ്മുടെ ജീവിതത്തിലൂടെ മഹിമപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളുടേതായ പേഴ്സണൽ ഉയർച്ച കൊണ്ട് യാതൊരുവിധമായ പ്രയോജനവുമില്ല. So always try your best to raise the name of God, uplift the name of God. So ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ കാണുന്നു, ജീവൻ ബാബു. And he is not a Malayali, and I praise God for his presence also here, and he is from Andhra Pradesh, and we need to pray for him also. Yes. So is that ഇന്ന് രാത്രികാലം നമ്മളുടെ ചുരുങ്ങിയ സമയത്ത് വിചിന്തനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ശിഷ്യത്വം എന്നുള്ളതായ വിഷയമാണ്. ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ്. അപ്പോൾ ഈ വചനം സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ തുടങ്ങുന്നതിന് മുന്നമേ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമായ ഒരു രാജ്യമായിരുന്നു ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ധാരാളം ബുദ്ധമത സന്യാസിമാരുടെ ആശ്രമങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യമാണ്. കാരണം അവിടുത്തെ ഒഫീഷ്യൽ മതം എന്ന് പറയുന്നത് ബുദ്ധമതമാണ്. അതുകൊണ്ട് ധാരാളം ബുദ്ധമത സന്യാസിമാരുടെ ആശ്രമങ്ങളുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. അങ്ങനെയുള്ള ഒരു ബുദ്ധമത സന്യാസിയുടെ പേരാണ് താനിൻ. താനിൻ എന്ന് പറയുന്നതായ ബുദ്ധമത സന്യാസി. ഈ ബുദ്ധമത സന്യാസിയുടെ ആശ്രമത്തിലേക്ക് ധാരാളം പേർ ദിനം പ്രതി ധ്യാന രഹസ്യം പേർന്നെടുക്കുന്നതിന് വേണ്ടി കടന്നു വരിക പതിവായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ ജപ്പാനിലെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഈ താനിൻ എന്ന് പറയുന്നതായ പ്രശസ്തനായ ഗുരുവിന്റെ ആശ്രമത്തിന്റെ കവാടത്തിലെത്തി. എന്നിട്ട് പ്രഭാതത്തിൽ അദ്ദേഹം കടന്നു വന്ന് ഈ ആശ്രമത്തിന്റെ കവാടത്തിൽ മുട്ടി വിളിക്കുകയാണ്. ഗുരു വാതിൽ തുറന്നപ്പോൾ കണ്ടത് ലോക പ്രശസ്തനായ പ്രഗത്ഭനായ തന്റെ സബ്ജക്റ്റിൽ എല്ലാവിധത്തിലും പ്രാവണ്യമുള്ളവനായ ഒരു മഹാനായ ഗുരു തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. മഹാനായ ഒരു പ്രൊഫസർ തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഗുരു പറഞ്ഞു, കടന്നു വരിക. അദ്ദേഹത്തെ യഥോചിതം ആതിഥ്യ മര്യാദകൾ അനുസരിച്ച് സ്വീകരണ മുറിയിലേക്ക് ആനയിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു,
ആരെന്റെ ആശ്രമത്തിലേക്ക് കടന്നു വന്നാലും, ആരെന്റെ ആശ്രമത്തിലേക്ക് കടന്നു വന്ന് ധ്യാന രഹസ്യം പകർന്നെടുക്കുവാൻ ശ്രമിച്ചാലും അവർക്ക് ആദ്യമേ ഞാൻ ഒരു ഗ്ലാസ് ചായ കൊടുക്കാറുണ്ട്. അദ്ദേഹം തന്റെ ഫ്ലാസ്ക് തുറന്നിട്ട് ഗ്ലാസ് എടുത്തു വെച്ച് അതിലേക്ക് ചായ ഒഴിക്കുവാൻ തുടങ്ങി. ഗ്ലാസിന്റെ കാൽഭാഗം നിറഞ്ഞു. ഗുരു പിന്നെയും അതിലേക്ക് ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഗ്ലാസിന്റെ പകുതിയായി, ഗ്ലാസിന്റെ മുക്കാൽ ഭാഗമായി. ഗുരു വീണ്ടും അതിലേക്ക് ചായ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്ലാസിന്റെ വക്കോളം ചായ എത്തി. എന്നിട്ടും ഗുരു ചായ ഒഴിക്കുന്നത് നിർത്തിയില്ല. പിന്നെയും അദ്ദേഹം ആ ഗ്ലാസ്സിലേക്ക്, നിറഞ്ഞു തുളുമ്പിയതായ ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ ഗ്ലാസ് നിറഞ്ഞു തുളുമ്പിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? ചായ മേശപ്പുറത്തേക്കും മേശപ്പുറത്ത് നിന്നും തറയിലേക്കും തൂങ്ങിപ്പോകുവാൻ തുടങ്ങി. ഇത് കണ്ട് വളരെയധികം അരോചകത്വം തോന്നിയവനായ ഈ പ്രശസ്തനായ പ്രൊഫസർ പറഞ്ഞു, അല്ലയോ ഗുരു, അങ്ങ് എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത്? ഈ ഗ്ലാസ് നിറഞ്ഞു തുളുമ്പിയത് അങ്ങ് കാണുന്നില്ലേ? ഈ ഗ്ലാസ്സിലേക്ക് ഇനി ചായ ഒഴിച്ചാൽ അത് ഈ റൂം മൊത്തം മലീസമസമാക്കുകയല്ല ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗുരു ഒരു മന്ദസ്മിതത്തോട് ആ പ്രൊഫസറോട് പ്രകാരമാണ് പറഞ്ഞത്, പ്രിയ പ്രശസ്ത യൂണിവേഴ്സിറ്റി പ്രൊഫസറെ, നിന്റെ മനസ്സ് ഇതുപോലാണ്. നിന്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. നിന്റെ മനസ്സ് ഭൂതകാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാൽ നിറഞ്ഞിരിക്കുകയാണ്. നിന്റെ മനസ്സ് വർത്തമാന കാലത്തിന്റെ സുഖദുഃഖ സമ്മിശ്രാദികളാൽ നിറഞ്ഞിരിക്കുകയാണ്. നിന്റെ മനസ്സ് ഭാവിയെ കുറിച്ചുള്ളതായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സുമായിട്ട് കടന്നു വന്നിരിക്കുന്ന നിന്റെ മനസ്സിലേക്ക് ഇനി എത്രത്തോളം ധ്യാന രഹസ്യം പകർന്നു തന്നാലും യാതൊരു പ്രയോജനവുമില്ല. എന്നെ കേൾക്കുന്ന പ്രീതി മക്കളെ, ഇന്ന് രാത്രികാലം നിങ്ങളുടെ മനസ്സ് എപ്രകാരമാണ്? ഒരു നിറഞ്ഞ മനസ്സുമായിട്ടാണോ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്? അതോ ഒരു ഒഴിഞ്ഞ മനസ്സുമായിട്ടാണോ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്? നിറഞ്ഞ മനസ്സുമായിട്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് എങ്കിൽ, ഭൂതകാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാൽ ആണ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് എങ്കിൽ, വർത്തമാന കാലത്തെ കുറിച്ചുള്ളതായ സുഖദുഃഖ സമ്മിശ്രാദികളാലുള്ള ഓർമ്മകളാലാണ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നതെങ്കിൽ, ഭാവിയെ കുറിച്ചുള്ളതായ ചിന്തകളാൽ, ഭാവിയിൽ ഞാൻ എങ്ങനെയായി തീരും, എനിക്കൊരു ജോലി കിട്ടുമോ, എനിക്ക് സൗഖ്യം ലഭിക്കുമോ, എന്റെ മക്കളുടെ അവസ്ഥ എന്തോ ആകും, ഞാൻ എവിടെ എത്തപ്പെടും, ഈ കൊറോണയുടെ സമയത്ത് എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് 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 വ്യാകുലപ്പെട്ട് പ്രയാസപ്പെട്ട് ഇങ്ങനെ എല്ലാം കൊണ്ട് ഒരു നിറഞ്ഞ മനസ്സുമായിട്ടാണോ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. ഓക്കെ, അങ്ങനെ നിറഞ്ഞ ഒരു മനസ്സുമായിട്ട്, തിക്കായിട്ടുള്ള ഒരു മനസ്സുമായിട്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നതെങ്കിൽ ദൈവത്തിന് നിങ്ങളോടൊന്നുമേ സംസാരിക്കുവാൻ കഴിയുകയില്ല. So sit with an empty heart. Yes. ഒഴിഞ്ഞ ഒരു ഹൃദയവുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നാൽ അവൻ നമ്മളെ നിറച്ച് നമ്മളുടെ ഭവനങ്ങളിലേക്ക് മടക്കി അയക്കും. നോക്കുക, ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. ഈ സമയത്ത് എനിക്ക് ഇവിടെ പ്രത്യേകം ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ഇവിടെ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ നമ്മുടെ ആശ്രയത്തെ ഇടുവാൻ നമുക്ക് ഇന്ന് രാത്രികാലം കഴിയുന്നു എങ്കിൽ നമ്മളുടെ പ്രയാസങ്ങൾ മാറും, നമ്മളുടെ ദുഃഖങ്ങൾ മാറും, നമ്മളുടെ രോഗങ്ങൾ മാറും, നമ്മുടെ ഇല്ലായ്മകൾ മാറും, നമ്മുടെ മക്കളെ കുറിച്ചുള്ളതായ വ്യാകുലതകൾ മാറും, നമ്മുടെ ജീവിതത്തിലുള്ളതായ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി തരുവാൻ
കഴിവുള്ളവനായ ഒരു യേശുവിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അവനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു ഉത്തമ ബോധത്തോടു കൂടിയാണ് വേണം ദൈവമക്കൾ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ. ഓക്കെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആയതുകൊണ്ട് നമ്മളുടെ ആശ്രയം കുതിരകളിലും രഥത്തിലും ലോകത്തിന്റെ ഇമ്പങ്ങളിലും ലോകത്തിന്റെ ശക്തികളിലും ലോകത്തിന്റെ പ്രഭുക്കന്മാരിലും ആയിരിക്കരുത്. പിന്നെയോ യേശു ക്രിസ്തുവിലായിരിക്കാനിടയായി തീരുമാറാകട്ടെ, ദൈവത്തിങ്കലായി തീരുവാനിടയായി തീരുമാറാകട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ കൊറോണ പാൻഡമിക് COVID-19 സീസണിൽ ആയിത്തീരുവാനിടയായി തീരുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഏകദേശം 1.5 വർഷമായിട്ട് നമ്മൾ എല്ലാവരും ലോക്ക്ഡൌണിലാണ്, പാൻഡമിക്കിലാണ്, കോവിഡിലാണ്. ഓക്കെ, ലോക്ക്ഡൌണ്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ഓക്കെ, ആരാധനയ്ക്ക് പോകുവാൻ കഴിയുന്നില്ല, ഓക്കെ, ദൈവദാസനെ കണ്ട് കാര്യങ്ങൾ പറയുവാൻ കഴിയുന്നില്ല, ദൈവമക്കളുമായിട്ട് സഹവർത്തിത്വം അനുവർത്തിക്കുവാൻ കഴിയുന്നില്ല, ഓക്കെ, മുട്ടുകാലെ ഇരുന്ന് ദൈവത്തിന്റെ ആലയത്തിൽ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലെല്ലാം നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളുടെ സർവീസുകളെല്ലാം വെർച്വൽ ഒരു ലെവലിലേക്ക് കടന്നു വന്ന് നമ്മളിങ്ങനെ ഓക്കെ ദൂരെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ കേൾക്കുന്ന പ്രിയ മക്കളെ, ഈ അവസ്ഥയിലും ദൈവത്തെ ആരാധിക്കുവാൻ, യഥാർത്ഥമായിട്ട് അവനെ പിൻപറ്റുവാൻ, യഥാർത്ഥമായിട്ട് യേശു ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി നിലകൊള്ളുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതൊരു പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഓരോരുത്തരുടെ ശ്രദ്ധയെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് ഞാൻ തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു ശിഷ്യന്മാരെ തന്നെ പിന്തുടരുവാൻ വിളിക്കുന്ന ഇവന്റ്സ് ആണ് നമ്മൾ കാണുന്നത്. സോ വി കോൾ ഇറ്റ് കോൾഡ് നറേറ്റീവ്സ് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ കോൾഡ് നറേറ്റീവ്സ്. ജീസസ് ഈസ് calling people to follow him. So such kinds of events are being narrated in the first chapter. So ഇന്ന് രാത്രികാലം 5 ക്യാരക്ടേഴ്സിനെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 5 different models of discipleship. ആരാണ് ഒരു ഡിസൈപ്പിൾ എന്ന് പറയുന്നത്? എന്താണ് ഒരു ഡിസൈപ്പിളിന്റെ ഉത്തരവാദിത്വം? എന്തെല്ലാമാണ് ഒരു ഡിസൈപ്പിൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും, പാസ്റ്ററെ വേറെ ടോപ്പിക് ഒന്നും കിട്ടിയില്ലയോ? ഡിസൈപ്പിൾഷിപ്പ് ഇത് ഞങ്ങൾ കേട്ട് മടുത്തതാണ്. ഞങ്ങൾ 30 വർഷമായിട്ട് സഭയിലുണ്ട്. ഞങ്ങൾ മുളമൂട്ടിൽ കുടുംബക്കാരാണ്. ഞങ്ങൾ അയ്യത്ത് തറവാട്ടുകാരാണ്. ഞങ്ങൾ വേലിയിൽ കുടുംബക്കാരാണ് എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കാം. പക്ഷേ every day we have to renew our commitment to Jesus Christ. Yes. That is very important when we read the word of God. Yes. A disciple is one who follows Jesus. Yes. A disciple is one who takes a commitment to follow the master. Yes. ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നത് എന്താണ്? ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുമാറാകട്ടെ. So that is discipleship. We have to take our own cross and follow Jesus. Following Jesus is very important. പലപ്പോഴും യേശുക്രിസ്തു നമ്മളെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് പോകാറുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യണം പ്രിയ ദൈവമക്കളെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ നമ്മൾ സഭായത്തിനൊക്കെ പലപ്പോഴും നമ്മൾ ഒളിച്ചങ്ങിരിക്കും.
അപ്പൊ സഭായോഗത്തിന് വരാറില്ല. എന്നൊരു പാസ്റ്റർമാർ നമ്മളെ തിരക്കി നടക്കണം, അല്ലെങ്കിൽ യേശു നമ്മളെ സെർച്ച് ചെയ്ത് നടക്കണം. So rather than that, if you are a good disciple, if you are a follower of Jesus, you should follow Jesus rather than pastor following you or Jesus following you. So understand, ആരാണ് ഒരു ഡിസൈപ്പിൾ? യേശുവിനെ ഫോളോ ചെയ്യുന്നവൻ. ആമേൻ. യേശുവിനെ ഫോളോ ചെയ്യുന്നവൾ, Yes. അവളെയാണ് ഒരു ശിഷ്യ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ 5 തരത്തിലുള്ളതായ ശിഷ്യത്വത്തെയാണ് കാണുവാൻ പോകുന്നത്. ഒന്നാമത്തെ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ the one who was sent by God. That is none other than John the Baptist. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നത് നമ്മൾ 1-ാം അധ്യായം 6-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. Yes. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. So what is the model of discipleship John the Baptist is demonstrating? ഏത് തരത്തിലുള്ള ഒരു ശിഷ്യത്വമാണ് സ്നാപക യോഹന്നാൻ നമ്മളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്? അയക്കപ്പെട്ടവൻ. One who is sent, one who is an apostle. Who is one who is sent? One who is sent is called an apostle. ഇവിടെ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നത് ദൈവത്താൽ അയക്കപ്പെട്ടവനാണവൻ. ദൈവത്തെ ദൈവത്താൽ അയക്കപ്പെട്ടവരായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഇടയായി തീരുമാറാകണം. ദൈവത്താൽ അയക്കപ്പെട്ടവനായതുകൊണ്ട് അവനുള്ള പ്രത്യേകതകൾ എന്താണ്? അവനെ കുറിച്ച് യേശു തന്നെ പറയുന്നത്, I tell you the truth, among those born of women there has not risen anyone greater than John the Baptist. Yet he who is least in the kingdom of heaven is greater than he. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് യേശു ക്രിസ്തു പറയുന്നത് എന്താണ്? സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. A great model, but still he is most least in the kingdom of God. The most least in the kingdom of God. So in that case, you see that John the Baptist was a great model. ഒരു നല്ല ശിഷ്യത്വത്തിന്റെ മോഡലാണ്. എന്തുകൊണ്ടാണ് അവൻ ഒരു നല്ല ശിഷ്യത്തിന്റെ മോഡലായി തീർന്നത്? അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായതുകൊണ്ടാണ്. അവനെ കുറിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, why he became a great man, how he became a great man. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, John testified or cried out concerning the coming of Jesus. So when we read John chapter 1:15, he called out or cried out. അവൻ ഉറക്കെ വിളിച്ചു പറയുകയാണ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്. യോഹന്നാൻ സുവിശേഷം 1:20 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത്, അവൻ ഓപ്പണായിട്ട് പറയുകയാണ്, I am not the Christ. ഞാൻ ക്രിസ്തു അല്ല. അവന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാനാണ് ക്രിസ്തു, ഞാനാണ് മശിഹ എന്ന് അവന് ആൾക്കാരെ കളിപ്പിച്ചു നിൽക്കാമായിരുന്നു. എന്നാൽ അവൻ ഓപ്പണായിട്ട് പറയുകയാണ്, I am not the Christ, but rather one who is greater than is going to come. എന്നേക്കാൾ വലിയ ഒരുത്തൻ കടന്നു വരുവാൻ പോകുന്നു. പിന്നീട് ജോണിനെ കുറിച്ച് കാണുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1:23 വായിക്കുമ്പോൾ, John accepts his impersonality by saying that I am just a voice. Okay, ഞാൻ ആരാണ്? അവന്റെ ശബ്ദം മാത്രമാണ്. അവന്റെ ശബ്ദം മാത്രമാണ്. ദൈവമക്കളെ, യോഹന്നാൻ സ്നാപകൻ നമ്മളുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു വലിയ ശിഷ്യത്വത്തിന്റെ മോഡലാണ്, ഒരു വലിയ ശിഷ്യത്വത്തിന്റെ മനോഭാവമാണ്. So John as a voice called out in the desert. അവൻ വിളിച്ചു പറയുകയാണ്, ദൈവപുത്രന് വഴിയൊരുക്കുവീൻ.
ദൈവപുത്രന് വഴിയൊരുക്കുവീൻ എന്നവൻ ഉറക്കത്തിൽ വിളിച്ചു പറയുകയാണ്. പിന്നീട് യോഹന്നാന്റെ സുവിശേഷം 1:29-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവൻ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഹിയർ ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കുഞ്ഞാടിവനാണ്, ദൈവത്തിന്റെ കുഞ്ഞാടിവനാണെന്ന് വിളിച്ചു പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് as one who was sent by God was fortunate to baptize our Lord Jesus Christ. യേശുക്രിസ്തുവിനെ ബാപ്റ്റൈസ് ചെയ്യുവാനുള്ളതായ ഭാഗ്യം ലഭിച്ച, ഭാഗ്യം സിദ്ധിച്ച ഒരു മഹൽ വ്യക്തിയാണ്. ആരാണ്? യോഹന്നാൻ സ്നാപകൻ. എന്തുകൊണ്ടാണ് അവൻ ഈ ഭാഗ്യങ്ങളൊക്കെ ലഭിച്ചത്? എന്തുകൊണ്ടാണ് അവനെ കുറിച്ച് തന്നെ താഴ്ത്തി പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ അവന്റെ ചെരുപ്പിന്റെ വാറ് പോലും അഴിപ്പാൻ യോഗ്യനല്ല, അവനോ വളരെയണം? അവസാനമായിട്ട് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 3:30 പറയുകയാണ്, John's aim of life was he must increase and I must decrease. അവനോ വളരെയണം, ഞാനോ കുറയണം. നമ്മളിൽ ആരെങ്കിലും ചിന്തിക്കുമോ ഇവൻ യേശുക്രിസ്തു നമ്മളെക്കാട്ടി കുറഞ്ഞിരിക്കുന്ന നമുക്ക് ഇഷ്ടം? പലപ്പോഴും പലരുടെയും മനോഭാവമൊക്കെ കണ്ടാലും ഞാൻ അങ്ങ് വലുതാവണം. ഓക്കെ, അന്നേരം നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ചൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, എനിക്ക് വലുതാണ്, ഞാനാണ് ഗ്രേറ്റ്, ഞാനാണ് വലിയവൻ. ഓക്കെ, സോ നമ്മളെ തന്നെ അങ്ങ് ഫോർഗ്രൗണ്ട് ചെയ്ത് നമ്മളെ തന്നെ അങ്ങ് ഉയർത്തിക്കാട്ടി മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ. ഈ ഒരു അവസരത്തിൽ the model that was demonstrated by John the Baptist as one who was sent by God is a significant demonstration for us. Yes. ആരാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്? ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തവൻ, ദൈവത്തിന് വേണ്ടി തിളങ്ങിയവൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചവൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊണ്ടവൻ. ദൈവമക്കളെ, അത് നമുക്കൊരു വലിയ മോഡലാണ്. നമ്മൾ ദൈവത്താൽ അയക്കപ്പെടണം, ദൈവത്താൽ നിയോഗിതരായിരിക്കണം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് ദിനം പ്രതി നമ്മൾ പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് കാണുമ്പോൾ എനിക്ക് വളരേണ്ട എന്റെ യേശു വളർന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യഹൂദന്മാർ അവനെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുന്ന മാത്രയിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് 3 പ്രാവശ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? അവർ ചോദിക്കുന്നു, നീ ആ പ്രവാചകനാണോ? നീ ക്രിസ്തുവാണോ? ഓക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു ആൻസർ ഉണ്ട്, ഐ ആം നോട്ട്, ഐ ആം നോട്ട്, ഐ ആം നോട്ട്. ഞാനല്ല, ഞാനല്ല, ഞാനല്ല. എന്താണ് യോഹന്നാൻ സ്നാപകൻ 3 പ്രാവശ്യം ഉറപ്പിച്ച് റിപ്പറ്റീവായിട്ട് ഞാനല്ല, ഐ ആം നോട്ട്, ഐ ആം നോട്ട്, ഐ ആം നോട്ട് എന്ന് പറയാൻ കാരണം എന്തിനാ? The real I am is Jesus. Yes. The real I am is Jesus. അതാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്ന 7 പ്രാവശ്യം യേശു പറയുന്നു. 6-ാം അധ്യായം മുതൽ 6-ാം അധ്യായത്തിൽ യേശു എന്താണ് പറയുന്നത്? ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. 8-ാം അധ്യായം 12-ാം വാക്യം, 9-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഐ ആം ദ ഡോർ ഓഫ് ദ ഷീപ്പ്. 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. 5-ാമത് 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു,
ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവസാനമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നിന്നുകൊണ്ട് പറയുന്നത് ഞാനല്ല, 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 ഐ ആം നോട്ട്, ഐ ആം നോട്ട്, ഐ ആം നോട്ട്? Because Jesus is the only one who can claim that I am. Yes. What is I am? I am is the name of God. നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ മോശ ചോദിക്കും, ആ ദൈവത്തിന്റെ പേരെന്താണ്? യഹോവയോട് ചോദിക്കുകയാണ്. ഓക്കെ, മിസ്രൈമിലെ ഫറവോനും കൂട്ടരും എന്നോട് ചോദിക്കും, നിന്റെ ദൈവത്തിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയണം? അന്നേരം യഹോവ പറഞ്ഞ എന്താണ്? ഞാനാകുന്നവൻ ഞാനാകുന്നു. I am who that I am. That is the name of God. ഈ ദൈവത്തിന്റെ പേര് നമ്മൾ എത്ര പ്രാവശ്യം എടുത്തുപയോഗിക്കും ദിനം പ്രതി? ഒന്നാലോചിച്ച് നോക്കി. ഞാൻ ആരാന്നറിയാമോ? എന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നറിയാമോ? എന്റെ കുടുംബ പാരമ്പര്യം എന്താണെന്നറിയാമോ? എന്റെ ജോലി എന്താണെന്നറിയാമോ? എന്റെ മക്കൾ എവിടെ എത്തി നിൽക്കുന്നെന്ന് എനിക്കറിയാമോ? നോക്കുക, നമ്മൾ എത്ര പ്രാവശ്യം അയാം 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 ഞാൻ 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 എന്ന് പറയാറുണ്ട്. എന്നാൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറയുകയാണ്, ഐ ആം നോട്ട്, ഞാനല്ല, ഞാനല്ല, ഞാനല്ല. അതാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ഏറ്റവും മഹാത്മ്യമേറിയതായ ശിഷ്യത്വത്തിന്റെ മോഡൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവനത് സാധിച്ചത്? എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായതുകൊണ്ടാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവനായതുകൊണ്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അങ്ങനെ തന്നെ കുറിച്ച് തന്നെ ഫോർഗ്രൗണ്ട് ചെയ്ത് കാണിക്കുവാനുള്ളതായ ഒരു സാവകാശം ഉണ്ടാകുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരുന്ന ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവത്താൽ അയക്കപ്പെട്ടവനായ സ്നാപക യോഹന്നാൻ. കേട്ടോണോ, ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേര് ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്? നമ്മളുടെ വിളി എന്താണ്, തെരഞ്ഞെടുപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകുമാറാകട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ മോഡലിലേക്ക് കടന്നു പോകാം. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് അന്ത്രയോസ് ആണ്. അന്ത്രയോസ്, ഇംഗ്ലീഷിൽ അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുന്ന ആൻഡ്രൂ. അവിടെ നമ്മൾ കാണുന്നത് 35-ാമത്തെ വാക്യങ്ങൾ മുതൽ വായിക്കുമ്പോൾ നോക്കുക, 29-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കണ്ടു. അപ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ, ഞാനോ അവനെ അറിഞ്ഞില്ല. അപ്പോൾ സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ പുകഴ്ച എന്താണ്, യേശുക്രിസ്തുവിന്റെ മാഹാത്മ്യം എന്താണ്, യേശുക്രിസ്തുവിന്റെ ഉയർച്ചയുടെ കാരണങ്ങൾ എന്താണ് എന്ന് ഗഹനമായി ഒരറിവുള്ള വ്യക്തിയായിരുന്നു സ്നാപക യോഹന്നാൻ. ഇത് അവനിങ്ങനെ വഴിയരികിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. വിളിച്ചു പറയുന്നതായി മാത്രയിൽ എന്ത് സംഭവിച്ചു? തന്റെ ശിഷ്യന്മാരിത് കേൾക്കുകയാണ്. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരിത് കേൾക്കുകയാണ്. അതാണ് നമ്മൾ 35-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന, പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്
ഇതാ ലോകത്തിന്റെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. ഈ രണ്ടാമത്തെ മോഡൽ എന്താണെന്ന് അറിയാമോ? കേട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക. കേട്ടിട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക. അതൊരു രണ്ടാമത്തെ മോഡൽ ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ആണ്. ഒന്നാമത്തെ മോഡൽ നമ്മൾ കണ്ടത് ദൈവത്തെ അയക്കപ്പെട്ടിട്ട് കടന്നു വരിക, സെൻഡ് ബൈ ഗോഡ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ദൈവദാസന്മാർ പറയുന്നത് കേട്ടിട്ട്, അല്ലെ ദൈവവചനം സംസാരിക്കുന്നത് കേട്ടിട്ട്, ദൈവവചനം വായിക്കുമ്പോൾ അതിൽ നിന്ന് കേൾവി ഉണ്ടായിട്ട് അതനുസരിച്ച് യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു മോഡൽ. കേൾക്കുന്ന പ്രിയ മക്കളെ, ദൈവവചനം കേൾക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുകയാണ്. യേശുക്രിസ്തു ആരാണെന്ന് പറയുകയാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ സ്ട്രീറ്റ്സിൽ നിന്നും കോർണറിൽ നിന്നുകൊണ്ടും വിളിച്ചു പറയുകയാണ്. 2-3 ദിവസമായി യേശുക്രിസ്തുവിനെ കുറിച്ച് വാതോരാതെ പ്രസ്താവിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത്, യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വഴിയരികിൽ നിന്ന് പണ്ട് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പരസ്യയോഗം നടത്തുകയായിരുന്നു. ഓക്കെ, അദ്ദേഹം വഴിയരികിൽ നിന്ന് അങ്ങ് പ്രസംഗിക്കുകയാണ്. ഓക്കെ, ഞങ്ങളൊക്കെ ചെറിയ കാലഘട്ടത്തിലായിരുന്നപ്പോൾ ഒത്തിരി പരസ്യയോഗങ്ങളൊക്കെ നടത്തിയതായിട്ടൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ നോക്കുക, ചില പാസ്റ്റർമാരൊക്കെ ചില സ്ട്രീറ്റിലൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ അങ്ങ് പ്രസംഗിക്കും. അവരെ ആരും മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അവരെ പലപ്പോഴും ആരും മൈൻഡ് ചെയ്യാറില്ല. സോ അതിലേക്ക് കടന്നു പോകുന്നവരൊക്കെ പറയും, ഓ എവന് വട്ട, ഇവന് തലയ്ക്ക് ലൂസ് ഉള്ളതുകൊണ്ട് അവൻ ഇവിടെ വന്ന് വിളിച്ചു പറയുകയാണെന്ന് പറയും. ഇതുപോലെ ഈ സ്നാപക യോഹന്നാനെ കുറിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ചിന്തിച്ചു കാണും. കാരണം യഹൂദന്മാര് ഈ സ്നാപക യോഹന്നാൻ എതിരായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയുന്നത് കൊണ്ട് അവൻ എതിരായിട്ട് അവർ നിലകൊള്ളുവാനിടയാക്കിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അവന്റെ വാക്കുകൾ ശ്രവിക്കുവാൻ തക്കവണ്ണം പാകത്തിൽ ചില ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അന്ത്രയോസ് അത് കേട്ടു. അന്ത്രയോസ് കേട്ടിട്ട് യേശുക്രിസ്തുവിനെ പിൻപറ്റുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നമുക്കെല്ലാവർക്കും ഒരു ടെസ്റ്റിമണി ഉണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ദൈവസഭയിലെ അംഗമാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ദൈവത്തെ പിൻപറ്റുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഹാർവസ്റ്റ് ഫെലോഷിപ്പിലാണ് എന്നൊക്കെ നമുക്ക് ഒത്തിരി ക്ലെയിംസ് ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവവചനം കേൾക്കുവാൻ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ടോ? ദൈവവചനം കേൾക്കണം. ദൈവവചനം കേൾക്കുക മാത്രമല്ല, കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുമാറാകണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു സ്ട്രീറ്റ് പാസ്റ്ററായ സ്നാപക യോഹന്നാൻ നിന്ന് സ്ട്രീറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഈ സമയത്ത് തന്നെ പിൻപറ്റുന്നതായ 2 പേര് ഇത് കേട്ടു. ധാരാളം പേര് കേട്ട് കാണും. ധാരാളം പേര് കേട്ട് കാണും ഈ സ്നാപക യോഹന്നാൻ സംസാരിക്കുന്നത്. എന്നാൽ 2 പേർ മാത്രമേ എന്തുള്ളൂ, അത് ഭംഗിയായിട്ട് ശ്രദ്ധ വെച്ച് കേട്ടുള്ളൂ. ശ്രദ്ധ വെച്ച് കേട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവർ യേശുക്രിസ്തുവിനെ പിൻപറ്റുവാനിടയായി തീർന്നു. അവർ പിൻപറ്റുവാനിടയായി തീർന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ ജീവിതത്തിൽ അത് പരിവർത്തനത്തിന് കാരണമായി തീരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നമ്മളെല്ലാവരും ഓക്കെ, ഈ ദൈവമക്കളുടെ ഇടയിൽ ദൈവവചനം കേൾക്കുന്നതിന് ഒരു പരിധിയില്ല. ഇപ്പോൾ ദൈവദാസൻ പറയുവാനിടയായി തീർന്നു ഏകദേശം 300 സംതിങ് റൈറ്റ്. ഓക്കെ, ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ ദൈവവചനം കേട്ടോണ്ടിരിക്കുക. കേട്ട് കേട്ട് അങ്ങ് ചെവി തഴമ്പിക്കുവാന്ന് തോന്നുന്നു പലരുടെയും. ഓക്കെ, കേട്ട് കേട്ട് അങ്ങ് ചെവി തഴമ്പിക്കുക. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴും അവർ ചിന്തിക്കുന്ന ഇതാണ്, ഇതൊക്കെ ഞങ്ങൾ എത്ര കേട്ടിട്ടുള്ളതാ, ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടിട്ടുള്ളതാ.
ഈ അഭ്യാസങ്ങളൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ളതാ പാസ്റ്ററെ എന്നുള്ള മനോഭാവത്തോടെ നമ്മൾ ഇരിക്കാതെ കേൾക്കുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് അതിനനുസരിച്ച് യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമൂല പരിവർത്തനത്തിന് കാരണമായി തീരുവാനും ഇടയാകുമാറാണ്. അല്ലാതെ കേട്ട് ചെവി തഴമ്പിച്ചിട്ട് യാതൊരു വിധമായ പ്രയോജനം നമുക്കും ഉണ്ടാകാൻ പോകുന്നില്ല, പാസ്റ്ററിനും ഉണ്ടാകാൻ പോകുന്നില്ല, ദൈവസഭയ്ക്കും ഉണ്ടാകാൻ പോകുന്നില്ല, നമ്മുടെ കുടുംബത്തിനും ലോകത്തിൽ ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. കേൾക്കുന്നത് കൊണ്ട് പരിവർത്തനം ഉണ്ടാകണം. കേൾക്കുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകണം, കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, നമ്മളുടെ ഇടപാടുകളിൽ മാറ്റം ഉണ്ടാകണം, നമ്മുടെ സംസാരത്തിൽ മാറ്റം ഉണ്ടാകണം, നമ്മുടെ നോട്ടത്തിൽ മാറ്റം ഉണ്ടാകണം, നമ്മുടെ കേൾവിയിൽ മാറ്റം ഉണ്ടാകണം, നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുന്നതിൽ മാറ്റം ഉണ്ടാകണം. ഓക്കെ, എന്നെ കേൾക്കുന്ന മക്കളെ, ഇവിടെ രണ്ടു പേരുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായി. എന്തുകൊണ്ടാണ്? അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് 37-ാം വാക്യത്തിൽ. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. കേട്ടിട്ട് അവരെ അനുഗമിച്ചു. അതാണ് രണ്ടാമത്തെ മോഡൽ. അവിടെ അവർ യേശുവിനെ പിൻപറ്റുകയാണ്. ജോണിനെ വിട്ടിട്ട് അവർ യേശുവിന്റെ പറയാൻ പോയി. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. അങ്ങനെ യേശുക്രിസ്തുവിനെ പിൻപറ്റിയത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തുവിൽ നിന്നൊരു ഇൻവിറ്റേഷൻ കിട്ടി. കം കം. ജീസസ് ഈസ് ഇൻവൈറ്റിംഗ്, കം ടു ഹിസ് പ്ലേസ്. അങ്ങനെ ഇൻവിറ്റേഷൻ അവർ സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ പിൻപറ്റിയത് കൊണ്ട് പിന്നീടുള്ള ഗുണം എന്താണ്? യേശുക്രിസ്തുവിനോട് കൂടെ ഒരു ദിവസം അവർക്ക് താമസിക്കാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, യേശുവിനോട് കൂടെ താമസിക്കുവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ഓക്കെ, യേശുക്രിസ്തുവിനോട് കൂടെ താമസിക്കുക, യേശുക്രിസ്തുവിനോട് കൂടെ പാർക്കുക, യേശുക്രിസ്തു താമസിക്കുന്നിടത്ത് പോയി ജീവിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക. ഈ സമയം ഒരു ദിവസം താമസിച്ച സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യേശുക്രിസ്തു ഒരു കട്ടിലേ കിടന്നുറങ്ങി, ഇവർ രണ്ടും വേറെ രണ്ട് കട്ടിലുകളെ കിടന്നുറങ്ങി എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇവർ കൺവെർസേഷനിലായിരുന്നു. The whole day they were conversing, having dialogue, നല്ല ഫെലോഷിപ്പ്. ഈ ഒരു വലിയ ഫെലോഷിപ്പിലേക്ക് അവർ കടന്നു വരാണ്. എന്തുകൊണ്ട്? വചനം കേട്ട് യേശുക്രിസ്തുവിനെ പിൻപറ്റിയത് കൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ദൈവവചനം കേൾക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത്. ദൈവവചനം ചുമ്മാതെ കേൾക്കുകയല്ല, കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന് കാരണമായി തീരുവാനിടയാകുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നു എങ്കിൽ യേശുക്രിസ്തുവുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയും. നമുക്കൊരു അഭേദ്യമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമൂല പരിവർത്തനം ഉണ്ടാകുവാൻ ഇടയായി തീരുമാനാകും. കൊറോണ ടൈമിൽ ഓക്കെ, എല്ലാരും പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, സഭാവിശ്വാസികൾ പറഞ്ഞു, ഓക്കെ, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞു, എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന്. എല്ലാവരും ഇപ്പൊ യേശുവിൽ നിന്നും അങ്ങ് സോഷ്യൽ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ യേശുവിന്റെ അടുത്തും ആരും പോകുന്നില്ല. ഈവൻ വി ആർ കീപ്പിംഗ് സോഷ്യൽ ഡിസ്റ്റൻസ് വിത്ത് ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, അത് നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ല. ദിനംപ്രതി ദൈവവചനം കേൾക്കുവാനിടയായി തീരുമാറാവട്ടെ. ദൈവവചനം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന് കാരണമായി തീരുവാനിടയാകുമാറാവട്ടെ. അങ്ങനെ ഈ അന്ത്രയോസിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. അവൻ കടന്നുപോയി, അവന്റെ സഹോദരന്റെ അടുത്ത് കടന്നുപോയി പറയുകയാണ്. ഓക്കെ, അവൻ പറയുകയാണ്, എന്താണ് പറയുന്നത്?
41 വാക്യം വായിക്കുമ്പോൾ അവന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മശിഹായെ എന്ന് വച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ ഇടയിലെ വലിയ ഒരു ഹോപ്പായിരുന്നു, മശിഹ കടന്നു വരും, തങ്ങളെ വിടുവിക്കും, പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും സാത്താന്റെ കയ്യിൽ നിന്നും എല്ലാ വിധത്തിലുള്ളതായ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ ഒരു മശിഹ കടന്നു വരും എന്നവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ കണ്ട മാത്രയിൽ ഈ അന്ത്രയോസിന് മനസ്സിലായി, ഞാൻ കാത്തിരുന്ന മശിഹ ഇവനാണ്. അത് അവൻ തന്റെ സഹോദരനുമായിട്ട് പങ്കുവെക്കുകയാണ്. അതാണ് ഒരു ശിഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ടു, ഞാൻ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്തു, യേശുക്രിസ്തുവിന്റെ കൂടെ താമസിച്ചു, എന്നിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങുമല്ല. പല വിശ്വാസികളും അതായി ഇന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ടു, നിന്റെ കാര്യം എനിക്ക് പ്രശ്നമല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്റെ മക്കൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. വാട്ട് ഔട്ട് യുവർ നെയ്ബർ? ആർ യു കൺസേൺഡ് ഓഫ് യുവർ നെയ്ബർ? ആർ യു കൺസേൺഡ് ഓഫ് യുവർ ബ്രദേഴ്സ്? ആർ യു കൺസേൺഡ് ഓഫ് യുവർ പേരൻസ്? ആർ യു കൺസേൺഡ് ഓഫ് യുവർ വൈഫ്സ് ആൻഡ് ഹസ്ബൻഡ്സ്? ആർ യു കൺസേൺഡ് ഓഫ് യുവർ ചിൽഡ്രൻ? ഇവിടെ അപ്രകാരം കൺസേൺ ഉള്ള ഒരു വ്യക്തിയായി മാറുകയാണ് ആരാ? അന്ത്രയോസ്. അന്ത്രയോസ് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതായ ഒരു വ്യക്തിയായി തീർന്നു. അവൻ യേശു ക്രിസ്തുവിനെ കണ്ട ആ ഒരു അനുഭവം തന്റെ സഹോദരനോട് പറയുകയാണ്, ഞങ്ങൾ മശിഹായെ എന്ന് വച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക് പ്രിയ മക്കളെ, ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വ്യതിയാനം എന്ന് പറയുന്നത്. അല്ല ചുമ്മാതെ ഒരു വിശ്വാസിയായിട്ട് ഇങ്ങനെ ഒരു കീറാമുട്ടിയായിട്ട് സഭയിൽ അങ്ങ് നിലകൊള്ളുകയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കണം. ആ ചേഞ്ച് മൂലം മറ്റുള്ളവരിലും ചേഞ്ച് ഉണ്ടാകണം. സോ ഇന്നത്തെ കാലഘട്ടത്തിൽ പല വിശ്വാസികളെയും കണ്ടിട്ട് ആൾക്കാർ പിന്മാറി പോവുകയാണ്. ഓക്കെ, പല വിശ്വാസികൾ ഈ കീറാമുട്ടികളായിട്ട് സഭയിൽ നിൽക്കുന്നതുകൊണ്ട് എന്തോ സംഭവിക്കുന്നത്, പുതിയ ആൾക്കാർ വന്നിട്ട് അവര് കണ്ടിന്യൂ ചെയ്യാതെ അങ്ങ് പിൻവാങ്ങി പോവുകയാണ്. ഒരർത്ഥത്തിൽ അവർ രക്ഷപ്പെട്ടു പോവുക. സോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇവിടെ നമ്മൾ കാണുന്നത് യവന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവുകയും ആ പരിവർത്തനം മൂലം മറ്റുള്ളവർക്കും പരിവർത്തനം ഉണ്ടാകുവാനിടയായിട്ടാണ്. എന്തുകൊണ്ടാണ്? അവൻ കേട്ടു, ദൈവവചനം കേട്ടു, യേശു ക്രിസ്തുവിനെ പിൻപറ്റിയത് കൊണ്ടാണ് അത് സംഭവിച്ചത്. നമ്മൾ ശ്രദ്ധ വെച്ച് കേൾക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കെല്ലാവർക്കും ചെവിയുണ്ട്. പലപ്പോഴും നമ്മള് ഈ പൊട്ടന്മാരെ പോലെ അങ്ങ് ജീവിക്കുക, ഒന്നും കേൾക്കുന്നില്ല, ശ്രവണ ശക്തി നഷ്ടപ്പെട്ടു പോയി. വേറെ എല്ലാം നമ്മൾ കേൾക്കും, യൂട്യൂബ് കേൾക്കും, ഫേസ്ബുക്കിലെ മ്യൂസിക് എല്ലാം കേൾക്കുന്നുണ്ട്, കോമഡി മൊബൈൽ ഫോൺ തുറന്ന് അത് കണ്ട് രസിക്കുന്നുണ്ട്. എന്നാൽ ദൈവസഭയിൽ വന്ന് ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് കേറുന്നില്ല. ഒരു പൊട്ട അവസ്ഥയിൽ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? പരിവർത്തനം സംഭവിക്കുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. നമുക്കും ഗുണമില്ല, മറ്റുള്ളവർക്കും ഗുണമില്ല. എന്നാൽ അപ്രകാരമല്ല നമ്മൾ ഇവിടെ അന്ത്രയോസിനെ കുറിച്ച് കാണുന്നത്. അവനും ചേഞ്ചായി, മറ്റൊരാളും ചേഞ്ച് ആകുവാനിടയായി. നോക്കുക, പിൽക്കാലത്ത് അന്ത്രയോസിനേക്കാൾ ഫേമസ് ആയി തീർന്ന ആരാ? പത്രോസ്. ഈ പത്രോസിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന ആരാ? അന്ത്രയോസ്. നോക്കുക, നമ്മള് അപ്പൊ അന്ത്രയോസിനെക്കാട്ടി ഫേമസ് ആയി പിന്നീട് തീർന്നു ആരാ? പത്രോസ്. ഇത് തന്നെ സംഭവിച്ചത്. പൗലോസിനെ കൊണ്ടുവന്ന ആരാ? ബർന്നബാസ്. ബർന്നബാസിനെക്കാട്ടി ഫേമസ് ആയി തീർന്നു ആരാ? പൗലോസ്. ഈ ദൈവക്കളെ, നമ്മൾ ഒരു പക്ഷേ ദൈവവചനം കേട്ട്
മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുമ്പോൾ അവരൊരു പക്ഷേ ദൈവരാജ്യ മഹിമയ്ക്ക് വേണ്ടി പ്രഗത്ഭരായി തീർന്നെന്ന് വരാം. ഓക്കെ, അത് നമുക്കൊരു സന്തോഷത്തിന് കാരണമായി തീരുന്നതാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന വ്യക്തി മറ്റാരുമല്ല, പത്രോസ് ആണ്. വാട്ട് കൈൻഡ് ഓഫ് എ മോഡൽ ഇറ്റ് ഈസ്? അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ 40-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തേർഡ് മോഡൽ ഈസ് brought to Jesus. Bringing to Jesus. So ഈ പത്രോസിനെ അന്ത്രയോസ് യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ സെൻഡ് ബൈ ഗോഡ്. സെക്കൻഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ആൻഡ് ഫോളോയിങ്. തേർഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് ടു ജീസസ്. ഇന്ന് നിങ്ങൾ എത്ര പേരെ കൊണ്ടുവന്നു ദൈവസഭയിലേക്ക്? ഇപ്പൊ പാസ്റ്റർ പറഞ്ഞു 300 ശിഷ്ടം മീറ്റിങ്ങുകളായി. ഇതിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നു? ജാതികളെ ഒന്നും കൊണ്ടുവരണ്ട, നിങ്ങളുടെ സഹോദരനെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞു? നിങ്ങളുടെ ഒരു സഹോദരിയെ കൊണ്ടുവരാൻ കഴിഞ്ഞു? ഒരു രോഗിയെ കൊണ്ടുവരാൻ കഴിഞ്ഞു? പ്രിയ സഹോദര, നിങ്ങൾക്ക് കാർ മുടക്കില്ല, പെട്രോൾ മുടക്കില്ല, എല്ലാം സൂമിലൂടെയാണ്, വെർച്വൽ സർവീസ് ആണ്. പ്രിയ സഹോദരായ, നിന്റെ ഫോൺ ഉണ്ടല്ലോ, ഇതിലൊന്ന് ലിങ്ക് ചെയ്യുക. ഒരു 8:30 ആകുമ്പോൾ ഞങ്ങളുടെ മീറ്റിംഗിൽ ഒന്ന് അറ്റൻഡ് ചെയ്യും. അങ്ങനെ ആരെയെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾ ആർക്കെങ്കിലും കഴിഞ്ഞോ? കഴിഞ്ഞ 350 ദിവസമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് brought to Jesus. That is another model of discipleship. A person who was brought to Jesus. ഞാൻ ചിന്തിക്കുന്നത് ഈ അന്ത്രയോസ് അവനെ കമ്പൽ ചെയ്ത് പിടിച്ചോണ്ട് വന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ പത്രോസ് ഇച്ചിരി നിർബന്ധ ബുദ്ധിക്കാരനാണ്. പത്രോസിന്റെ അടുത്ത് വലിയ പണിയൊന്നും ആരുടെയും നടക്കത്തില്ല. ഇച്ചിരി സ്റ്റബോൺ ആണ് ഈ പത്രോസ് എന്ന് പറയുന്നത്. ചിലപ്പോ എടുത്തങ്ങ് ചാടും, ചിലപ്പോ സ്റ്റബോൺ ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള ഒരാളിന്റെ അടുത്ത് അന്ത്രയോസ് എന്ന് പറയുകയാണ്, ഞാൻ മശിയെ കണ്ടെന്ന് പറഞ്ഞാല് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് പത്രോസ് വാസ് ജമ്പിങ് ടു സീ ജീസസ്. ഞാൻ ചിന്തിക്കുന്ന അന്ത്രയോസ് എന്ത് ചെയ്തു? അവനെ കമ്പൽ ചെയ്തു. കം കം കം. He brought Peter to Jesus. By compulsion he brought Peter to Jesus. Sometimes forcefully we have to bring people to church. Okay, sometimes forcefully we have to bring people to church. If you bring them, that may lead to deliverance, salvation, healing, transformation. So എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഓക്കെ, ഇപ്പോൾ 300-ൽ പരം എപ്പിസോഡ്സ് കഴിഞ്ഞു എങ്കിലും ഇനിയും ധാരാളം അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സൂം ലിങ്ക് ഒരാൾക്ക് കൊടുത്ത് അവരെ ഈ മീറ്റിംഗിലേക്ക് കൊണ്ടുവന്നുകൂടാ? ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതൊരു പരിവർത്തനമായി തീരും. ഒരു പക്ഷേ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രത്യേകിച്ച് ഈ പാൻഡമിക് COVID-19 സിറ്റുവേഷനിൽ ഓരോരുത്തരും ഏതെല്ലാം അവസ്ഥയിലാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിലൊരു കംഫർട്ട് കണ്ടെത്തുകയാണ്. എനിക്ക് ആരെയും കാണണ്ടല്ലോ, എനിക്ക് ആർക്കും ഒന്നും കൊടുക്കണ്ടല്ലോ, ഇവൻ ആൾക്കാർ ചിന്തിക്കുന്ന എനിക്ക് ദശാംശം പോലും കൊടുക്കണ്ടല്ലോ, എനിക്ക് സ്വത്രാഴ്ച ഇടണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ ഈ സോഷ്യൽ ഡിസ്റ്റൻസിന്റെ മറവിൽ നമ്മളൊരു കംഫർട്ട് കണ്ടെത്തുകയാണ്.
അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാറുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പറയുന്ന മക്കളെ, ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? പലതും ചെയ്യുവാൻ കഴിയും. നമുക്ക് ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് എന്തുകൊണ്ട് അവരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുന്നത് കണ്ട് നമുക്ക് സന്തോഷിച്ചുകൂടാ? അപ്രകാരം ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന ആളുകളിൽ ഇടയായി തീരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നോക്കുക, ഒരു വ്യക്തിയെ വലിച്ചെടുത്തോണ്ട് വരികയാണ് യേശുവിന്റെ അരികിൽ. അവൻ ആരായി തീർന്നു? ചർച്ചിന്റെ മൂലക്കല്ലായി തീരുവാനിടയായി തീർന്നു. നോക്കുക, ഞാൻ ചിന്തിക്കുന്നത് ഒരു മുക്കുവനായി പത്രോസ്, ഒരു പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഈ പത്രോസ് നഗ്നനായിട്ട് നിന്ന് മീൻ പിടിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്, ഇല്ലയോ? അത്രയ്ക്ക് പ്രാകൃതനായ വ്യക്തിയാ. അങ്ങനെയുള്ള വ്യക്തിയാണ് ആര് കൊണ്ടുവരുന്നത്? ഈ അന്ത്രയോസ് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത്. അവൻ ആരായി തീർന്നു? ബിഷപ്പ്, സഭയുടെ മൂലക്കല്ല്, വലിയ വ്യക്തി, കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് പ്രസംഗിക്കപ്പെടുന്ന വ്യക്തി. നിങ്ങൾ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വന്നാൽ, ഒരുപക്ഷെ ഒരു ബില്ലിഗ്രഹമായി തീർന്നാൽ നിങ്ങൾക്ക് സന്തോഷിച്ചുകൂടായ ദൈവമക്കളെ? ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, നമ്മുടെ ഓഫ്ലൈൻ സർവീസസിനെക്കാട്ടിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇത് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത സമയമാണെന്ന്. നൗ വി ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ്. We don't have to bring them to church. We don't have to spend petrol. We don't have to spend money. But still, we have to just share a link. In that way, they can be delivered, transformed. So bring people to Jesus. Bring people to Jesus. Let them be delivered, transformed, changed. Yes. So here we see Andrew is taking initiative to bring Peter to Jesus. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കിയിട്ട് പറയുകയാണ്, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്നത്. കേഫ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പാറക്കഷണം, പീസ് ഓഫ് റോക്ക്. അത് പത്രോസ് എന്നാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നോക്കുക തന്നെ കേൾക്കുന്ന മക്കളെ, the first model is sent by God. The second model is hearing the word of God and following. The third model is bringing to Jesus. So now we are going to the fourth model. Okay, 43-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഫിലിപ്പിനെയാണ്. ഫിലിപ്പ് is the fourth model. പിറ്റന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. നമുക്ക് അതിന് ഗ്രീക്കിൽ കണ്ടു എന്നുള്ളതിന് 2 പദങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്ലപ്പോ, another one is ഹ്യൂറിസ്കോ. So you may ask, what is the difference between ബ്ലപ്പോ and ഹ്യൂറിസ്കോ? ബ്ലപ്പോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വെർച്വൽ പ്ലാറ്റ്ഫോം കാണുകയാണ്. ഓക്കെ, ഞാൻ എന്നെ കാണുന്നുണ്ട്, പാസ്റ്റർ ജോൺസനെ കാണുന്നുണ്ട്, അതിന്റെ അപ്പുറത്തിരിക്കുന്ന സഹോദരന്മാരെ കാണുന്നുണ്ട്, സഹോദരിമാരെ കാണുന്നുണ്ട്, ചില ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ എല്ലാം കാണും. ബ്ലപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസ് ഇല്ലാതെ കാണുന്നതിനെയാണ് ബ്ലപ്പോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാം ഒന്ന് കാണുക, എനിക്കെല്ലാം കണ്ടുകൂടായോ? ഇരിക്കുന്ന എല്ലാവരെയും കാണുവാൻ കഴിയും. നോ ഫോക്കസ്. ഹ്യൂറിസ്കോ എന്ന് പറഞ്ഞാല് സീയിങ് വിത്ത് ഫോക്കസ്. ഇവിടെ യേശു ഫിലിപ്പോസിനെ കണ്ടു എന്നുള്ളതിന് ഗ്രീക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹ്യൂറിസ്കോയാണ്. That means Jesus found Philip.
with a focus, Yes. Jesus found Philip. ഇപ്പൊ ഈ ഹ്യൂറസ്കോയിൽ നിന്നാണ് ലാറ്റിനിൽ യുറേക്ക എന്നുള്ള പദം കടന്നു വന്നത്. ഓക്കെ, യുറേക്ക എന്ന് പറഞ്ഞാൽ എന്തോ? ഐ ഹാവ് ഫൗണ്ട്. ഇപ്പൊ സയൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് അത്. ഓക്കെ, എന്ന് പറഞ്ഞാല് ആഫ്റ്റർ എ ലോട്ട് ഓഫ് സെർച്ച് ഫൈൻഡിങ് ഔട്ട് സംതിങ്. So Jesus would have been searching for a Philip kind of a person. Jesus would have been searching for a Philip type of a person. And finally he found him out. So Jesus himself searched and found out Philip. ഒരിക്കലും ചിന്തിക്കരുത് യേശു വഴിയെ നടന്നു പോയപ്പോൾ ഓക്കെ ഫിലിപ്പിനെ ആക്സിഡന്റലി കണ്ടു എന്ന് ചിന്തിക്കരുത്. ആ ഒരു അർത്ഥത്തിലല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തു ഫിലിപ്പിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. സോ ഫിലിപ്പോസിനെ കണ്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവനോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. നോക്കുക, ഇങ്ങനെയുള്ള പലരും ഇതിനകത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരവസ്ഥയിൽ യേശു ക്രിസ്തു പേഴ്സണലായിട്ട് ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ, ദൈവവചനത്തിലൂടെ നമ്മളോട് സംസാരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനമുണ്ടായി അങ്ങനെ ദൈവത്തെ പിൻപറ്റിയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അതുപോലെ ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പ്. ജീസസ് ഫൗണ്ട് ഹിം ആൻഡ് ടോൾഡ് ഹിം, ഫോളോ മീ. ഓക്കെ, അങ്ങനെ ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബത്സയിദയിൽ നിന്ന് ഉള്ളവൻ ആയിരുന്നു. ഇപ്പൊ ഫിലിപ്പോസിനെ യേശു സെർച്ച് ചെയ്ത് കണ്ടെത്തി അവനോട് പറയുകയാണ്, എന്നെ പിൻപറ്റുക. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഇത് ഒരു വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെ പലരെയും യേശു ക്രിസ്തു മുന്നമേ കണ്ടവരാണ്. നമ്മളെ പലരെയും യേശു ക്രിസ്തു പേര് ചൊല്ലി വിളിച്ചതാണ്. നമ്മളെ പലരെയും യേശു ക്രിസ്തു അമ്മയുടെ ഉദരത്തിൽ വെച്ചേ വിളിച്ചതാണ്. നമ്മെ പലരെയും യേശു ക്രിസ്തു ലോക സ്ഥാപനത്തിന് മുമ്പേ കണ്ടതാണ്. ഈ ഒരു ഓർമ്മ നമുക്കുണ്ടോ? ഈ ഒരു ഉത്ബോധം നമുക്കുണ്ടോ? അതോ നമ്മൾ ഇതെല്ലാം ടേക്കൺ ഗ്രാൻറ്റഡ് എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്? ഇവിടെ ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ഈ ഫിലിപ്പോസ് ഓക്കെ യേശു കണ്ടെത്തി അവനോട് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ശിഷ്യനായി തീർന്നിട്ട് അവൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു. അവൻ മിഷനിൽ ഏർപ്പെടുകയാണ്. എന്താണ് അവന്റെ മിഷൻ? ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നമുക്ക് അവൻ സുവിശേഷം അറിയിക്കുകയാണ്. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുമ്പോൾ, ചേഞ്ച് ഉണ്ടാകുമ്പോൾ, വിടുതൽ ഉണ്ടാകുമ്പോൾ, രോഗസൗഖ്യം ഉണ്ടാകുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ, നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ വീട്ടിലും സഭയ്ക്കുള്ളിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. പുറത്തു പോകണം. നമ്മൾ 4 ചുവരുകളിൽ നിന്നും പുറത്തു പോയി മറ്റുള്ളവരെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു ബോധം എല്ലാ ദൈവമക്കൾക്കും ഈ അന്ത്യനാളുകളിൽ ഉണ്ടാകുവാനിടയായി തീർന്നാകട്ടെ. അല്ലാത്ത പക്ഷം നമ്മളെ കൊണ്ട് ആർക്കുണ്ട് പ്രയോജനം? നമ്മളെ കൊണ്ട് നമുക്ക് മാത്രം ഇച്ചിരി പ്രയോജനമുണ്ട്. നമ്മളിങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്, അല്ലയോ? ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക.
അല്ലാതെ നമ്മളെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. കാരണം അപ്പന ലൈഫാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ചെറിയ കാലഘട്ടത്തിലൊക്കെ ഈ കേരളത്തിൽ കടന്നു പോകുമ്പോൾ, ഞങ്ങള് കേരളത്തിൽ ജനിച്ചു വളർന്ന സമയത്ത് മതിലില്ലാത്ത ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഒരു വസ്തുവിന് മതിലില്ല, ഒരു വീടിന് മതിലില്ല. അപ്പോൾ ഒരു വീട്ടിൽ ഉപ്പില്ലാതെ വരും, തീയില്ലാതെ വരും, മുളവില്ലാതെ വരും. അന്നേരം നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അടുത്ത വീട്ടിലോട്ട് പോയി വാങ്ങിച്ചുകൊണ്ട് ഇനി പോരാ. എന്നാൽ ഇന്ന് സെൻട്രൽ ജയിലിന്റെ മതിലിനെക്കാട്ടി വലിയ മതിലാണ് എല്ലാ വീടിന്റെ ചുറ്റുമുള്ളത്. പ്രത്യേകിച്ച് ഈ നമ്മുടെ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവരുടെ മതില് കണ്ടാൽ പേടിച്ചു പോകും. ആ മതിലുകളാണ് ഏറ്റവും വലിയ മതില്. ഒരുത്തനെ ഞാൻ അകത്ത് കയറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ്. ചില വീടിന്റെ മുമ്പില് ക്രിസ്തുവില്ല എന്നാ എഴുതി വെച്ചേക്കുന്നത്. എന്ന് ക്രിസ്തുവില്ല എന്നാ എഴുതിയേക്കുന്നത്. ആ സ്പേസ് ഇല്ലാതെ വായിച്ചതായ ക്രിസ്തുവില്ല. ഇപ്രകാരമുള്ളതായ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. സോ ഈ ഒരു അവസരത്തിൽ ആണ് എനിക്ക് പറയുവാനിടയായിത്തീരുന്നത്, നമുക്ക് നമ്മളെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല. നമ്മളെ കൊണ്ട് ആർക്കും പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഈ നാശത്തിലേക്ക് കടന്നു പോകുന്ന, പാപത്തിലേക്ക് കടന്നു പോകുന്ന, രോഗത്തിലായിരിക്കുന്നതായ, പ്രയാസങ്ങളിലായിരിക്കുന്ന, ബുദ്ധിമുട്ടുകളിലായിരിക്കുന്നതായ, രോഗങ്ങളിലായിരിക്കുന്നതായ, മക്കളെ പഠിപ്പിക്കുവാൻ യാതൊരു വിധമായ സാഹചര്യങ്ങളും ഇല്ലാത്തവരായ ഇങ്ങനെയുള്ള മനുഷ്യരെ എല്ലാം നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് സഹായിക്കുവാൻ നമുക്കിടയായി തീരുമാനം. ഇവിടെ നമ്മൾ കാണുന്നത്, ഈ ഫിലിപ്പോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവൻ വീട്ടിൽ കിടന്നുറങ്ങാതെ അവൻ കടന്നുപോയി സുവിശേഷം പറയുകയാണ്. മറ്റൊരുത്തന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുകയാണ്. അതാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത്. ജീസസ് ഫൗണ്ട് ആൻഡ് ടോൾഡ് ഹിം ടു ഫോളോ. Jesus found him and told him to follow. That is the fourth model. Now we are going to the last model and then I will put an end. അഞ്ചാമത്തെ വ്യക്തി എന്ന് പറയുന്നത് മറ്റാരുമല്ല, നഥനയേലാണ്. നഥനയേലിനെ യേശു അല്ല കണ്ടെത്തിയത്. നഥനയേലിനെ ആരാണെന്ന് കണ്ടെത്തിയെന്ന് അറിയാമോ? ഫിലിപ്പാണ് കണ്ടെത്തുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഫിലിപ്പ് നഥനയേലിനെ കണ്ടു, അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ എന്ന് പറഞ്ഞു. ഫിലിപ്പിന്റെ കാര്യത്തിൽ യേശുക്രിസ്തു തന്നെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇത് അനദർ മോഡലാണ്. ഒരു ദൈവദാസൻ കണ്ടെത്തുകയാണ്, ഒരു പ്രവാചകൻ കണ്ടെത്തുകയാണ്, ഒരു ദൈവഭക്തൻ കണ്ടെത്തുകയാണ്, ഒരു വിശ്വാസി കണ്ടെത്തുകയാണ്. അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഡെലിവറൻസ് ഉണ്ടായി. ആയതുകൊണ്ട് ഈ നഥനയേലിന്റെ ജീവിതം എങ്ങനെയാണ് മാറി മറിയുവാൻ ഇടയായിത്തീരുന്നത്? നഥനയേൽ അവനോട്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു. അതൊരു ഫസ്റ്റ് സെഞ്ചുറിയിലെ ഒരു പഴഞ്ചൊല്ല. എന്താണ് ഈ ഫസ്റ്റ് സെഞ്ചുറിയിലെ പഴഞ്ചൊല്ല്? ഇസ് ദർ എനിത്തിങ് ഗുഡ് കം ഫ്രം നസറേത്ത്? ആ ഫെലോയിൽ നിന്നും വല്ല ഗുണം ഉണ്ടാവുമോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കുകയല്ലയോ? അവനെ കൊണ്ട് ആർക്കേലും എന്തോലും ഗുണമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയല്ലയോ? അതുപോലെ 1-ാം നൂറ്റാണ്ടിൽ ആൾക്കാർ പഴഞ്ചൊല്ലായിട്ട് പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയാണ് എന്തുവാ? നസറേത്തിൽ നിന്ന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? അത്രയ്ക്ക് ശപിക്കപ്പെട്ട സ്ഥലം. ഈ ശപിക്കപ്പെട്ട സ്ഥലത്തു നിന്നാണ് ആര് കടന്നു വരുന്നത്? ലോകരക്ഷിതാവായ യേശു ക്രിസ്തു കടന്നു വരുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രീതി മക്കളെ, നിങ്ങളെക്കുറിച്ച് ലോകം ഒരു പക്ഷേ പറയുന്ന ഇതായിരിക്കും, അവനിൽ നിന്ന് എന്തെങ്കിലും ഗുണം ഉണ്ടാവൂ, അവൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, അവന്റെ മക്കളും രക്ഷപ്പെടത്തില്ല, അവൻ ഒരു നന്മയും വരാൻ പോകുന്നില്ല, യാതൊരു ഹോപ്പും ഞാൻ അവനിൽ കാണുന്നില്ല, അവനൊരു ഹോപ്പ്ലെസ് ഫെലോയാണ്. എന്നാൽ യേശു നിന്നെക്കുറിച്ച് അങ്ങനെയായിരിക്കില്ല ചിന്തിക്കുന്നത്. ലോകം ചിന്തിക്കുന്നത് പോലെയല്ല യേശു നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. യേശു ക്രിസ്തുവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്.
യേശു ക്രിസ്തുവിന് നിന്നെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. ലോകം നിനക്കെതിരെ വിധി എഴുതുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു, ലോകം വിധിക്കുന്നത് പോലെയല്ല, ഞാൻ നിന്നെ ഉയർത്തുവാൻ പോവുകയാണ്, ഞാൻ നിന്റെ ജീവിതത്തിൽ പരിവർത്തനം വരുവാൻ പോവുകയാണ്. ഈ നസറേൽ ചോദിക്കുകയാണ്, ഈ നസറേത്തിൽ നിന്ന് എന്തെങ്കിലും ഗുണം വരുമോ? ഓക്കെ, അങ്ങനെ നഥനയേൽ അവനോട് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് കണ്ട യേശു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, a true Israelites. Here we can see a comparison between the first Israelites. ആരാണ് ആദ്യത്തെ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ട വ്യക്തി? യാക്കോബ്. പഴയ നിയമത്തിലെ വ്യക്തിയാണല്ലയോ. ഒന്നാമത്തെ ഇസ്രായേൽ ആരായിരുന്നു? ഉപായി ആയിരുന്നു, കളിപ്പീരുകാരനായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് യേശു പറയുന്നത്, ഹിയർ ഐ സീ എ ട്രൂ ഇസ്രായേലൈറ്റ്, എ ട്രൂ ഇസ്രായേലൈറ്റ്, a real Israelite, a genuine Israelite. ഇതിനെക്കുറിച്ച് യേശു ക്രിസ്തുവിന് അങ്ങനെ പറയുവാൻ കഴിയുമോ പ്രിയ പൈതലേ? ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒന്നാമത്തെ ഇസ്രായേലിൽ എന്തുണ്ടായിരുന്നു? കപടം ഉണ്ടായിരുന്നു, ഉപായിയായിരുന്നു. എന്നാൽ ഈ സാക്ഷാൽ ഇസ്രായേലിയനായ ഈ നഥനയേലിൽ കപടമില്ലായിരുന്നു. നഥനയേൽ അവനോട് എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഈ നഥനയേൽ ചോദിക്കുകയാണ്, എന്നെ നീ എങ്ങനെ അറിയും യേശുവേ? അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? യവൻ ചിന്തിക്കുന്നത് മുന്നമേ യേശു അവനിൽ കണ്ണുവെച്ചിരുന്നു. നോക്കുക, യേശു അവനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. യവൻ ചിന്തിക്കുന്നതിന് മുന്നമേ യേശു അവനിൽ കണ്ണുവെച്ചിരുന്നു. നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. യഹൂദന്മാര് ഈ അത്തിയുടെ കീഴിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ന്യായപ്രമാണം വായിക്കാനാണ്, ന്യായപ്രമാണം പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ നഥനയേൽ ഒരു പക്ഷേ അത്തിയുടെ കീഴിൽ വന്നിരുന്ന് ഇങ്ങനെ മോശയുടെ ന്യായപ്രമാണം ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ, മശിഹായെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന അവസരത്തിലായിരിക്കാം എന്ത് ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീബുദ്ധൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? ബോധിവൃക്ഷത്തിന്റെ കീഴിൽ പോയിരുന്നു. എന്നിട്ട് അവൻ എന്തോ സംഭവിച്ചു? നവോത്ഥാനം ഉണ്ടായി എന്നാണ് പറയുന്നത്, അല്ലയോ? അതിനേക്കാൾ മാഹാത്മ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. എന്താണ്? നഥനയേൽ ഇങ്ങനെ അത്തിവൃക്ഷത്തിന്റെ കീഴിലിരുന്ന് മോശയുടെ ന്യായപ്രമാണം പഠിക്കുമ്പോൾ അവന് നവോത്ഥാനം ഉണ്ടാവുകയാണ്. അവൻ എന്താണ് വിളിച്ചു പറയുന്നത്? യു ആർ ദ കിങ് ഓഫ് ഇസ്രായേൽ, യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ ദ കിങ് ഓഫ് ഇസ്രായേൽ, യു ആർ ദ സൺ ഓഫ് ഗോഡ്, കിങ് ഓഫ് ഇസ്രായേൽ എന്ന് അവൻ വിളിച്ചു പറയുകയാണ്. അവന്റെ ജീവിതത്തിൽ ഒരു നവോത്ഥാനം ഉണ്ടാവുകയാണ്, ഒരു പരിവർത്തനം ഉണ്ടാവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമക്കളെ, 5 വിധത്തിലുള്ളതായ ശിഷ്യത്വത്തെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാനിടയായിത്തീർന്നു. ഒന്നാമത് നമ്മൾ കണ്ടു ദൈവത്താൽ അയക്കപ്പെട്ട ജോൺ ദ ബാപ്റ്റിസ്റ്റ്. രണ്ടാമത് നമ്മൾ കണ്ടു ദൈവവചനം കേട്ടിട്ട് യേശുവിനെ പിൻപറ്റിയവനായ അന്ത്രയോസ്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെടപ്പെട്ടവനായ പത്രോസ്. നാലാമതായിട്ട് നമ്മൾ കണ്ടു യേശു സെർച്ച് ചെയ്ത് കണ്ടെത്തി ഫോളോ ചെയ്യുവാൻ പറഞ്ഞതായ ഫിലിപ്പോസ്. അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടു ഒരു ദൈവദാസൻ കണ്ടെത്തി ഫോളോ ചെയ്യുവാൻ പറഞ്ഞതായ നഥനയേൽ. ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ ഏതെങ്കിലും 5 എണ്ണത്തിൽ ഒരെണ്ണത്തിൽ വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ 5 മോഡൽസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ഞാൻ ഇവിടെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഫോളോ ചെയ്യും. നിങ്ങളുടെ അവസ്ഥ ഇതിൽ ഏതെങ്കിലും ഒരു വിധത്തിലായിരിക്കും നിങ്ങൾ ദൈവഭാഗത്തിലേക്ക് കടന്നു. ആയതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവാൻ
ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു നമ്മളെ വിളിക്കുന്നത് നമ്മൾ കിടന്നുറങ്ങുവാനല്ല, എന്റെ പിന്നാലെ വന്ന് നിന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുവാനാണ്. നമുക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ക്രൂശും നമ്മുടെ പേഴ്സണൽ ക്രൂശും എടുത്ത് അവനെ അനുഗമിക്കുവാൻ ഈ നാളുകളിൽ ഇടയായി തീരുമാറാകട്ടെ. ദൈവത്തെ പിൻപറ്റുവാൻ ഇടയായി തീരുമാറാകട്ടെ. യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് ഇടയായി തീരുമാറാകട്ടെ. ഈ പാൻഡമിക് COVID-19 സിറ്റുവേഷനെ ഒരു ഓപ്പർച്യൂൺ ടൈമായി യൂസ് ചെയ്തുകൊണ്ട് ദൈവഭാഗത്തേക്ക് ധാരാളം പേരെ കൊണ്ടുവരുവാനും നാം മഹിമപ്പെടുവാനും ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗവും കടന്നുപോയി സുവിശേഷം അറിയിപ്പിൻ. Go into all the world, preach the word of God, teach the word of God, baptize in the name of Father, Son and Holy Spirit, and make everybody my disciples. അങ്ങനെ ഈ സഭ, ഈ കൂട്ടായ്മ ഒരു ഡിസൈപ്പിൾ മേക്കിംഗ് കൂട്ടായ്മയായി തീരുവാനിടയായി തീരുമാറാകട്ടെ. സാധാരണ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആൾക്കാരെ എല്ലാം സഭയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുവാനാണ് ശ്രമിക്കാറുള്ളത്, ഇല്ലയോ? അത് നല്ലൊരു കാര്യമാണെങ്കിലും അതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ശ്രമിക്കേണ്ടത് ധാരാളം പേരെ സഭയിൽ നിന്നും പുറത്തേക്ക് അയക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അവരെ എക്സ്പെൽ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അവരെ മിഷനറീസ് ആയിട്ട്, പാസ്റ്റേഴ്സ് ആയിട്ട്, ദൈവദാസന്മാരായിട്ട് വാർത്തെടുത്ത് ദൈവസഭയിൽ നിന്ന് ധാരാളം പേർ കടന്നുപോയി ഗോ ഇൻടു ഓൾ ദ വേൾഡ് എന്നുള്ളതായി യേശു ക്രിസ്തുവിന്റെ കമാൻഡ്മെന്റ് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് നല്ല ശിഷ്യന്മാരായി നിലകൊള്ളുവാൻ ഈ നാളുകളിൽ ഇടയായി തീരുമാറാകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. പ്രകാരം എനിക്ക് അവസരം നൽകി തന്നതായ കർത്താവിന്റെ വലിയ ദാസൻ മൈ ഡിയർ ഫ്രണ്ട് പാസ്റ്റർ ജോൺസണെയും കുടുംബത്തെയും എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ശുശ്രൂഷയുടെ 322 ദിവസത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അത് നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്ത ഡോക്ടർ ജോൺസൺ തോമസിനുള്ള നന്ദി ഈ തന്റെ വ്യക്തിപരമായ പേരിലും സഭയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. വളരെ വ്യത്യസ്തമായി, വളരെ ശാന്തമായി ഓരോ ഹൃദയത്തോടും പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് പോലും മനസ്സാകുന്ന രീതിയിൽ പരിശുദ്ധാത്മ വ്യക്തമായി സ്തോത്രം സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. ദാസന ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ പിന്നെയും ആയിരങ്ങളെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുവാൻ ഈ ദിവസം ദൈവം ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മഹത്യ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി നാം കേൾക്കപ്പെട്ട ദൈവവചനത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുവന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ക്രൂശനെ അനുഗമിക്കട്ടെ എന്ന വചനം കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കാലകാലങ്ങളായ ദൈവം നമ്മെ വിളിച്ചാക്കിയവരാണ്. ശിഷ്യത്വത്തിന്റെ വിവിധ തരത്തിലുള്ള വ്യക്തികളെ വിളിച്ച വിധങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് ഇന്ന് രാത്രി നമുക്ക് കേൾപ്പാടിയായി തീർന്നു. ദൈവത്താൽ ഐക്യപ്പെട്ട യോഹന്നാൻ നാം കുറിച്ച് കേൾപ്പാടിയായി തീർന്നു. സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ അന്ത്രയോസിനെ കുറിച്ച് താൻ കേട്ട ദൈവിക ശബ്ദങ്ങൾക്ക് അനുസരണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ശിഷ്യത്തിലേക്ക് വരുവാനിടയായി കേൾപ്പാനിടയായി തീർന്നു. അതേ അന്ത്രയോസിനെ ഹല്ലേലൂയ യേശുവിനെ പരിചയപ്പെടുത്തി ഹല്ലേലൂയ കൂട്ടിക്കൊണ്ടുവന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു ഫിലിപ്പോസിനെ നമുക്ക് കേൾപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം. നദനേലിനെ കുറിച്ചും ഇന്ന് രാത്രി നമുക്ക് കേൾപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം നാം കേട്ടിരിക്കുമ്പോൾ നമ്മുടെ മേലെ വിളി ഉന്നതമായ വിളിയാണ്. നാം കേട്ടത് ഉന്നതമായ ഒരു ശബ്ദമാണ്. നമ്മൾ പകർന്നിരിക്കുന്ന ഹല്ലേലൂയ ദൈവകൃപ, ആത്മഭാരം, ഹല്ലേലൂയ ശിഷ്യത്വം, അതിന്റെയും ശ്രേഷ്ഠത നിരാത്ത് തിരിച്ചറിയണം. നമ്മുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ ആരും ഹല്ലേലൂയ അതേ സ്വത്ര പുറകോട്ട് മാറി നിൽക്കേണ്ടതല്ല. ഒരുങ്ങാം. കേട്ടതനുസരിച്ച് ഹല്ലേലൂയ വിളിക്കനുസരിച്ച് കണ്ട കാഴ്ചക്കനുസരിച്ച്
ഹല്ലേലൂയ, ദൈവാനുസരണമായി നമുക്കിത് വിധേയപ്പെടുത്തി കൊടുക്കാം. സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ അത് ഇവിടെ തിരുമാറാകട്ടെ. സ്തോത്രം. ദൈവം വിളിച്ചെങ്കിൽ അടിയനീത എന്ന് പറയുവാനിടയാകണം. ഹല്ലേലൂയ. അതേ, ദൈവം നമ്മെ സംസാരിക്കുമ്പോൾ വിധേയപ്പെടുവാൻ നമുക്കിടയാകണം. രാത്രി അതിനായി സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ സമർപ്പണത്തോടെ കർത്താവിന്റെ ശിഷ്യനായി തീരുവാൻ, ക്രൂശമെടുത്ത് യഥാർത്ഥ ശിഷ്യ തീരുവാൻ നമ്മെ സമർപ്പിക്കാം. ഈ രാത്രി കേൾക്കുന്ന സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവവചനം കേട്ട ഹല്ലേലൂയ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രി ദൈവം സംസാരിച്ച ദൈവത്തെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഗുരുപിച്ച് പ്രാർത്ഥിക്കാം. ഇതിന്റെ റെക്കോർഡിംഗ് മെസ്സേജുകൾ കേൾക്കുന്ന പിന്നെ ആയിരങ്ങൾക്ക് അനുഗ്രഹത്തിനിടയാകുമാറാകട്ടെ. വരും ദിവസം മീറ്റിംഗിൽ ഏറ്റവും അനുഗ്രഹത്തിനുമാറാകട്ടെ. നമ്മെ സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മളിൽ പ്രാർത്ഥിക്കട്ടെ. പ്രജോസങ്ങൾ ദയവായി ശബ്ദമുയർത്തി ഈ രാത്രി കേട്ട ദൈവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കും. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, മനോഹരമായ സന്ധ്യായാമത്തിനായി അങ്ങ് വാഴ്ത്തുന്നു. താവിന്റെ ദാസൻ ഗ്ലോറിഫൈ പ്രപ്രിയ ഡോക്ടർ ജോൺസൺ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നൽകിയ ചിന്തകളെ ഗ്ലോറിഫൈ ഗോഡ്. യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നും അടിയങ്ങളോട് സംസാരിപ്പാൻ സ്വർഗം സഹായിച്ച വലിയ കൃപയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു. ഗ്ലോറിഫൈ ഗോഡ്. ദൈവത്തിന്റെ വിളി. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. യഹോവയാൽ അയക്കപ്പെട്ടവൻ. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. The 5 models of discipleship. അടിയങ്ങളോട് സംസാരിപ്പാൻ സ്വർഗം ഞങ്ങളെ അവന്റെ ദാസനെ സഹായിച്ചുവല്ലോ. അടിയങ്ങൾ കേൾക്കുവാൻ സ്വർഗം സഹായിച്ചുവല്ലോ. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. നിത്യ എന്നുള്ള അത്ഭുത വിളിയാൽ വിളിക്കുന്നവൻ അങ്ങാണല്ലോ. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കോൾഡ് ബൈ ഗോഡ്. ഗ്ലോറിഫൈ. അയക്കപ്പെട്ടവൻ. ഗ്ലോറിഫൈ ഗോഡ്. അപ്പോസ്റ്റൽ. ഗ്ലോറിഫൈ ഗോഡ്. കേട്ടനുസരിച്ച് കടന്നു വന്നവനും കൊണ്ടുവരപ്പെട്ടവൻ, കണ്ടെത്തി കടന്നു വന്നവൻ. ഹല്ലേലൂയ. 5 മോഡൽസ് ഞങ്ങളോട് സംസാരിപ്പാൻ സ്വർഗം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. അവന്റെ ദാസൻ പല കാര്യങ്ങളിലും ഞങ്ങളെ ചലഞ്ച് ചെയ്തു. ഗ്ലോറിഫൈ ഗോഡ്. ഈ തെങ്കിലോട് നടക്കുന്ന ശുശ്രൂഷ പലരെയും അറിയിച്ച് കർത്താവിലേക്ക് അനേകം പേരെ കൊണ്ടുവരുവാൻ ആഹ്വാനം ചെയ്തുള്ള. ഗ്ലോറിഫൈ ഗോഡ്. അങ്ങനെ ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. അനേകം പേരെ കർത്താവിലേക്ക് അടുപ്പിച്ച് വെക്കുവാൻ, എസ്പെഷ്യലി പാൻഡമിക് സമയത്ത് സ്വർഗം ഞങ്ങളെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറിഫൈ ഗോഡ്. താങ്കൾ കർത്താവിന്റെ ഇഷ്ടം അതാണല്ലോ. ഏവരും മനസ്സാന്തരപ്പെടണം, ഏവരും രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരണം. ഹല്ലേലൂയ. അതിനുവേണ്ടി അടിയങ്ങളെ ഓരോരുത്തരും സമർപ്പിക്കുന്നു. ഈ 322-ാം ദിവസവും സ്വർഗമേ താങ്ക് യു ലോർഡ്. പാടികളെ വചനം കൽപ്പിച്ച വലിയ കൃപയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവന്റെ ദാസ ജോൺസ് പാസ്റ്ററെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി ഉയർന്ന് ശോഭിപ്പാൻ ഈ കാലങ്ങൾ കർത്താവ് അധികമായി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ റെക്കോർഡിംഗ് കേൾക്കുവാൻ പോകുന്നവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലല്ലോ. അത് ജീവിപ്പിക്കുന്ന വചനമാണല്ലോ. അത് പുനരുത്ഥാനം കൊണ്ടുവരുന്ന വചനമാണല്ലോ. കർത്താവിലേക്ക് പ്രിയപ്പെട്ടവരെ കൊണ്ടുവരുന്ന വചനമാണല്ലോ. അത് വീണ്ടും വീണ്ടും പലരും കേൾക്കുവാൻ സ്വർഗം സഹായിക്കണമേ. അങ്ങനെ കർത്താവിലേക്ക് വരുവാൻ സ്വർഗം സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഫെസിലിറ്റീസിനും അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുക. കർത്താവ് രാത്രി സമയം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെല്ലാം അങ്ങേ വാഴ്ത്തുന്നു. ഇന്ന് പങ്കെടുത്തവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. കുടുംബങ്ങൾ, ചർച്ചസ്, മിനിസ്ട്രീസ്, കണക്ട് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം മാനിക്കണം. പാൻഡമിക് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇസ്ലാമിന്റെ സമാധാനത്തിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കും. ദൈവ അത്ഭുതങ്ങളെ ചെയ്യണം. അവന്റെ ദാസനെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ ദൈവത്തിന് വലിയ കൃപാശക്തി ബലം അധികം അണിയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്നതിനെല്ലാം അങ്ങ് വാഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സവാസിപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേൽ ഭൂമിയിലെ സകല വിശുദ്ധന്മാരും ഇനിയും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴേയും കർത്താവിന് രണ്ടാമത്തെ അവരോളം എനിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ